അല്ലമീൻ, എന്താണിപ്പോൾ രക്ഷാദൗത്യത്തിന്റെ ഒരു നിർണായക ഘട്ടം? അവസാനത്തിലേക്ക് അടുക്കുകയാണ് രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ഇനി ഏതൊക്കെ മേഖലകളാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ ദൗത്യം എപ്പോൾ അവസാനിപ്പിക്കും? ഈ പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അമീൻ പോയിരുന്നല്ലോ, അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? വിനിത, പുഞ്ചിരിവട്ടത്തും അതുപോലെ തന്നെ മുണ്ടക്കയിലും, ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയിലാണ്. രാവിലെ പുഞ്ചിരിവട്ടം പ്രദേശത്തൊക്കെ പരിശോധനയൊക്കെ നടന്നിരുന്നു. ഇവിടെയും പരിശോധന അവസാന ഘട്ടത്തിൽ. ഇവിടെ മാത്രമല്ല, ഇന്ന് പരിശോധന ആരംഭിച്ച 6 മേഖലകളിലും ഏതാണ്ടെല്ലാം പരിശോധനയും അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ മടങ്ങി തുടങ്ങി. ശേഷിക്കുന്ന ചില മേഖലകളിൽ മാത്രമാണ്, ചില പോക്കറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ അതും അവസാനിപ്പിക്കുകയും ചെയ്യും. പ്രധാനമായും ഈ നേരത്തെ തന്നെ മണ്ണൊക്കെ മാറ്റി പരിശോധിച്ചിരുന്നു പലയിടങ്ങളിലും. അതിനപ്പുറത്തേക്ക് ഈ പാറക്കൂട്ടങ്ങളോ മൺകൂനകളോ വടവൃക്ഷങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ അതുകൂടി മാറ്റി അവസാനവട്ട പരിശോധന എന്ന നിലയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുണ്ടക്കൈയിൽ സുദേവന്റെയും നാസറിന്റെയും വീട്ടുപരിസരത്തൊക്കെ പരിശോധന നടന്നിരുന്നു. ഇന്ന് അവിടെയൊന്നും പരിശോധന നടന്നതുമില്ല. കാരണം ഏതാണ്ട് അവിടേക്ക് ഇനിയൊന്നും പരിശോധിച്ചിട്ട് ലഭിക്കാനില്ല എന്നൊരു തീരുമാനത്തിലേക്ക്, നിഗമനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. സൈനികർ എത്തുകയും ചെയ്തിട്ടുണ്ട്. പുഞ്ചിരിമട്ടത്തും സമാനമായ രീതിയിൽ അവിടെ പക്ഷേ ഇന്നത്തെ കാര്യമായ പരിശോധന നടന്നു. കാരണം ഇതുവരെയും അവിടെ JCBയോ ഹിറ്റാച്ചിയോ കയറ്റിക്കൊണ്ടുള്ള പരിശോധന അവിടെ നടന്നിരുന്നില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള പരിശോധന ഇന്ന് നടന്നു. അവിടെ പ്രധാനമായും ഒരു പുഴയിലായിരുന്നു, ഒരു കുളത്തിലായിരുന്നു പരിശോധന കേന്ദ്രീകരിച്ചിരുന്നത്. കാരണം ഈ മലവെള്ളം ഇറങ്ങി വന്ന് ഉരുള് പൊട്ടി വന്നപ്പോൾ ആ കുളം അങ്ങ് നികന്നു പോവുകയായിരുന്നു, മണ്ണും കല്ലും ഒക്കെ വീണിട്ട്. അതിനകത്ത് ആരെങ്കിലും പെട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ഇന്ന് പ്രധാനമായും പരിശോധിച്ചത്. അവിടെയും മൃതദേഹങ്ങളൊന്നും ലഭിച്ചതുമില്ല. അതോടൊപ്പം തന്നെ മറ്റ് ഈ മാലിന്യങ്ങളൊക്കെ വന്നടിഞ്ഞ പുഴ, വൃക്ഷങ്ങൾ വന്നടിഞ്ഞ പുഴ, ഒഴുക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ. കാരണം പലതും ഈ ഒഴുകി വന്ന് ഈ പുഴയിലും നമ്മുടെ ഈ ചൂരൽമല പുഴയുടെ സമീപത്തൊക്കെയാണ് പല മൃതദേഹങ്ങൾ കിട്ടിയത്. സ്വാഭാവികമായും ഇനിയും ഈ മുകൾ പ്രദേശങ്ങളിൽ ഈ പറയുന്ന മലമടക്കുകളിൽ നിന്നൊക്കെ, മലമുകളിൽ നിന്നൊക്കെ ഒലിച്ചു വന്ന, അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ താമസിച്ചിരുന്ന ആളുകളുടെ മൃതദേഹം അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. അതിന് ലഭിക്കാൻ സാധ്യതയായി കൽപ്പിക്കുന്നത് ഈ പറയുന്ന ചൂരൽമല പുഴയുടെ സമീപത്തോ പരിസരത്തോ അതിന്റെ ഏതെങ്കിലും അതുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ആയിരിക്കും. അവിടെ ഒരുപാട് തടികളും പാറക്കല്ലുകളും വന്ന് അടിഞ്ഞിട്ടുണ്ട്. അവിടെയും ഇന്ന് കാര്യമായി തന്നെ പരിശോധന നടത്തുകയും ചെയ്തു. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്നിപ്പോൾ അത്യാധുനിക സംവിധാനങ്ങളുള്ള റഡാറുകൾ എത്തിച്ച് എല്ലാ മേഖലകളിലും പരിശോധന നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എല്ലാ മേഖലകളിലും ആ അർത്ഥത്തിലുള്ള പരിശോധന ഇന്ന് നടന്നിട്ടില്ല. ഇത് മാത്രമല്ല, റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ ഇന്ന് വയനാട്ടിലെത്തുകയും ചെയ്തിരുന്നു. ഒരു ദൗത്യത്തിലേക്ക് അദ്ദേഹം കടന്നോ എന്നുള്ളത് വ്യക്തമല്ല. അങ്ങനെ കടന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നാളെ ആ തരത്തിലുള്ള ദൗത്യം അതെല്ലാ മേഖലകളിലും നടക്കുകയും ചെയ്യും. പക്ഷേ ആ പരിശോധനയും ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വില്ലേജ് ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ തടികളും മറ്റ് വേസ്റ്റുകളും ഒക്കെ വന്ന് അടിഞ്ഞിട്ടുള്ള ഭാഗത്താണ്. കാരണം അതിനടിയിൽ ഒരുപക്ഷെ ഈ മൃതദേഹങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഒരു നിഗമനമായിട്ട് ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ മേഖലകളിലൊക്കെ ഇന്നലെയൊക്കെ റഡാർ വെച്ച് പരിശോധിച്ചതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാന്നിധ്യമുണ്ടെങ്കിൽ ആ റഡാർ പരിശോധനയിൽ തെളിയേണ്ടതായിരുന്നു. എന്ന് മാത്രമല്ല, കടാവർ നായകളുടെ ഉപയോഗപ്പെടുത്തിയുള്ള പരിശോധനയും കഴിഞ്ഞ 3-4 ദിവസമായി ഇന്ന് ഉൾപ്പെടെ തുടരുകയും ചെയ്യുന്നുണ്ട്. 16 കടാവർ നായകളാണ് പരിശോധനയ്ക്കായി വയനാട് ഈ ദുരന്തബാധിത മേഖലകൾ പലയിടങ്ങളിലും ഉള്ളത്. 10 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് 6 എണ്ണം കൂടി എത്തിച്ചു. അങ്ങനെ 16 കടാവർ നായകൾ വിവിധ മേഖലകൾ സംശയമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തി. അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ നിലവിൽ സർക്കാർ, അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം, ഇതുമായി ബന്ധപ്പെട്ട ദൗത്യ നിർവഹണ സംഘങ്ങളൊക്കെ എത്തിയിരിക്കുന്ന ഒരു നിഗമനം, ഈ ദുരന്തം ബാധിച്ച പ്രദേശങ്ങളിൽ നിന്ന് കിട്ടാവുന്ന മൃതദേഹങ്ങൾ പരമാവധി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവ ഒന്നുകിൽ കിട്ടാത്ത വിധത്തിലേക്ക് മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ടാകും. അതല്ല എങ്കിൽ ഈ പറയുന്ന പുഴയോരത്തോ അല്ലെങ്കിൽ താഴ്ഭാഗങ്ങളിലേക്ക് അടിഞ്ഞിട്ടുണ്ടാകും. ഈ റഡാർ പരിശോധന നാളേക്ക് നടന്നാലും അത് ഇത്തരം മേഖലകളിൽ കേന്ദ്രീകരിച്ചായിരിക്കും ആ റഡാർ പരിശോധന പ്രധാനമായും നടക്കുക. അതിലേതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളോ സിഗ്നലോ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടം കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി വിശദമായ പരിശോധന നടക്കും. അതിലും ഒരു ഫലം കണ്ടില്ല എങ്കിൽ വൈകാതെ ഈ ദൗത്യം അവസാനിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അധികം നീണ്ടുപോകാനാകില്ല. ഒരു അന്തമില്ലാത്ത അവസ്ഥയിലേക്ക് ഇത് നീണ്ടുകൊണ്ടു പോകാൻ സാധിക്കുകയുമില്ല. 200-ലേറെ 218 പേരെ കാണാനില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ കളക്ടറോട് സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത്. ആ കണക്ക് കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട്. വലിയ കൂടുതലില്ലെങ്കിൽ പോലും കൂടാൻ സാധ്യതയുണ്ട്. അത്രയും ആളുകളെ ഏതായാലും മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തുമെന്ന് വിചാരിക്കുക അത് പ്രായോഗികമല്ല, അത് യുക്തിസഹവുമല്ല. പക്ഷേ
കഴിയുന്നതിന്റെ പരമാവധി ആളുകളെ കണ്ടെത്തുക, മൃതദേഹങ്ങളായിട്ടാണെങ്കിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കും തയ്യാറെടുക്കുന്നത്. ഇനിയേറെ നിർണായകം ഈ പറയുന്ന സൈന്യത്തിന്റെ റഡാറുകളാണ്. അത് സാബർ റഡാറും അതുപോലെ തന്നെ റെക്കോ ടെക്നോളജിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന റഡാറുകളും എത്തിച്ചുള്ള പരിശോധന അത് നാളെയൊക്കെ വ്യാപകമായി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇന്ദിരാബാലൻ ഉൾപ്പെടെ എത്തിയ സാഹചര്യത്തിൽ അത്തരത്തിൽ ഐബോർഡ് ഉൾപ്പെടെയുള്ള രംഗത്തിറക്കിയുള്ള ഒരു പരിശോധനയൊക്കെ നടത്തും. ആ പരിശോധനയിൽ ഏതെങ്കിലും ഭാഗത്ത് പ്രത്യേകമായി മനുഷ്യ സാന്നിധ്യം, മൃതദേഹത്തിന് സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കാൻ പറ്റുന്ന അവസ്ഥയാണോ, എത്രത്തോളം ആഴത്തിലാണെന്ന് പറയാനാകില്ല. കാരണം വലിയ ഭീകരമായിട്ടുള്ള പാറക്കല്ലുകളും ഉരുളുകളുമൊക്കെയാണ് ഇവിടേക്ക് വന്നടിഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിയിൽ എന്ന് മാത്രമല്ല പലയിടത്തും 4 ആൾ പൊക്കത്തിലൊക്കെ മണ്ണ് വന്ന് നിറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ആഴങ്ങളിലേക്ക് പോയി പരിശോധിക്കുക, അവിടെ നിന്നൊക്കെ തോണ്ടിയെടുക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായ ദൗത്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മനുഷ്യ മൃതദേഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ, ഈ മെഷീനൊക്കെ ഉപയോഗിച്ച് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പുറത്തെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ, ആണെങ്കിൽ അതെടുക്കാനുള്ള ഒരു ദൗത്യം നടത്തും. അതല്ല എങ്കിൽ ദൗത്യം പാതിവഴിയിൽ നിന്ന് പറയാനാവില്ല, ദൗത്യം ഉപേക്ഷിക്കും. ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു എന്ന നിലയിൽ അത് അവസാനിപ്പിക്കാനായിരിക്കും സാഹചര്യങ്ങൾ ഒരുങ്ങി വരിക. 2-3 ദിവസം കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുകയും ചെയ്യും. വിനിത.